നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി. തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് നാം ദീപാവലി ആഘോഷിക്കുന്നത്. തമസോമാ ജ്യോതിർഗമയ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെയും അജ്ഞതയുടെ മേൽ അറിവ് നേടിയ വിജയത്തെയുമാണ് ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. ദേഹമാസകലം എണ്ണ തേച്ച് കുളിച്ചും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ദീപങ്ങൾ തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ കൈമാറിയും ഒക്കെയാണ് നാം ദീപാവലി ആഘോഷിക്കാറുള്ളത്. ഇന്നീ ദിവസം ഐശ്വര്യത്തിനും സമ്പത്തിനുമായി ലക്ഷ്മി ദേവിയെയും ഗണപതി ഭഗവാനെയും പൂജിക്കുകയും ഭജിക്കുകയും ചെയ്യേണ്ടതാണ്. ദീപാവലിയോടനുബന്ധിച്ച് പല ഐതിഹ്യ കഥകളും കേൾക്കാറുണ്ട്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം രാവണനെ വധിച്ച് ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസത്തെ പ്രജകൾ ദീപങ്ങളാൽ അലങ്കരിച്ച് ശ്രീരാമനെ സ്വീകരിച്ച ദിവസം ദീപാവലിയായി പറയപ്പെടുന്നു. അതുപോലെ തന്നെ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ വിജയിച്ച ദിവസത്തെയും ദീപാവലിയായി ആഘോഷിക്കുന്നതാണ്. ഇന്ന് കഴിയുന്നവരൊക്കെ വീട്ടിൽ മൺചിരാത് വെച്ച് വിളക്കു തെളിയിക്കേണ്ടത് ഉത്തമമാണ്. കുറഞ്ഞത് 5 മൺചിരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്കു തെളിയിക്കുക. അതുപോലെ തന്നെ വിളക്കിന് മുന്നിലായിട്ട് ഇന്ന് 3 ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുവാനായി, അതായത് ബുധനും ചൊവ്വയും സൂര്യനും സംയോജിത ദിവസമായ ഇന്ന് ചെറിയ മൺചിരാതിൽ പച്ചരിയും തുവരപ്പരിപ്പും പച്ചപ്പയറും ഇട്ട് എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്കു തെളിയിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും